ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് കളക്ഷൻ. കുറച്ച് കോട്ട സാരികളുടെ കളക്ഷൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കോട്ട സാരി എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സാരികൾ ഇടുമ്പോൾ എൻക്വയറി വരുന്ന ഒരു സാരി കോട്ട തന്നെയാണ്. അപ്പോൾ കോട്ട നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. പണ്ടുകാലം മുതൽ കുറച്ച് പ്രായമായവർ, ഇപ്പം എൻ്റെ ഒരു ഏജിലൊക്കെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ഒരു കോളേജ് ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉടുത്തിരിക്കുന്ന ഒരു സാരി എന്ന് പറഞ്ഞാൽ കോട്ട. അത് കോട്ട ഡോരിയൊക്കെ അന്ന് വില കുറവാണ്. അന്നത്തെ കാലത്തൊക്കെ വളരെ വില കുറച്ച് നമുക്ക് കോട്ട ഡോരിയ സാരിയൊക്കെ കിട്ടും. ഇന്ന് നമുക്ക് 1600 1700 കുറച്ചൊന്നും നമുക്ക് കോട്ട ഡോരിയ സാരിയൊന്നും കിട്ടത്തേയില്ല. അന്നത്തെ കാലത്ത് നമുക്ക് വില കുറച്ചൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ കോട്ടയുടെ ഡിഫറെൻറ്റ് ടൈപ്പ് സാരികൾ നമ്മൾ അന്ന് മുതൽ ഉടുത്ത് ശീലിച്ചവരാണ്. ഇപ്പോഴും മലയാളികൾക്ക് പ്രിയപ്പെട്ട സാരിയാണ്. അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവരിക്കുന്നത്. കോട്ട ഡോരി അല്ല കേട്ടോ, കോട്ടൺ കോട്ടയിൽ വരുന്ന സാരികളാണ്. അപ്പോൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഓരോന്നായിട്ട് ഞാൻ സാരികൾ കാണിച്ചു തരാം. നമ്മളുടെ ഇന്നത്തെ കോട്ടൺ കോട്ട സാരികളിൽ ഫസ്റ്റ് സാരിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഫുൾ എല്ലാ സാരികളും ബാന്തിനി പാറ്റേണിൽ വരുന്ന നല്ല കോട്ടൺ കോട്ടയാണ് മെറ്റീരിയൽ കേട്ടോ. ഇതാ ഒട്ടും സിൽക്കൊന്നുമില്ല, പ്യുവർ കോട്ടണിൽ വരുന്ന കോട്ട മെറ്റീരിയലിൽ വരുന്ന സാരികളാണ്. അതായത് ഇതാണ് ഇതിൻ്റെ ഒരു പ്രിന്റ് പോകുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഇങ്ങനെ ഒരു കളറിൽ ഈ കാണുന്ന സെയിം ആണ് കേട്ടോ, ഒരു ഡിഫറൻസും ഇല്ല. ഇതെല്ലാം ചെറിയ ചെറിയ ബാന്തിനി പ്രിന്റും ഇടയ്ക്കിടയ്ക്ക് വലിയ പ്രിന്റ്സും വരുന്നുണ്ട്. ഒരു സാരി ഞാൻ നന്നായിട്ട് നിവർത്തി കാണിക്കാം. ഇതിൻ്റെ ഒരു 4-5 കളർ ഷെയ്ഡുകളുണ്ട്. പിന്നെ ഞാൻ കളർ ഷെയ്ഡ് മാത്രമേ കാണിക്കാം. അപ്പോൾ ബോഡി ഫുള്ള് ഇതുപോലെ തന്നെ വരും കേട്ടോ. സാരിയുടെ ബോഡി ഫുൾ ഇതുപോലെ വന്നിട്ട് ഇതിന്റെ മുന്താണി വരുന്നത് ഇതാണ് കണ്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ മുന്താണി പാറ്റേൺ. ഇതുപോലൊരു പാറ്റേൺ ആണ് മുന്താണി വരുന്നത് കണ്ടോ. ഫുൾ ഇതുപോലെയാണ് മുന്താണി വരുന്നത്. പിന്നെ ഇതിന്റെ ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സാരി നോക്കിക്കോളൂ, ഇത്രയും പോർഷൻ ഞാനിപ്പോൾ മുന്താണി ഇവിടെ വരും, അത് കഴിഞ്ഞിട്ട് ഈ പോർഷൻ ഇവിടെ വരും. ഇത്രയും പോർഷൻ നമ്മളുടെ ഇവിടുത്തെ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ സാരി ഒരു ഹാഫ് സാരിയാണ് കണ്ടോ. ഇവിടെ വരുന്ന പ്രിന്റ് ഇതാണ് കണ്ടോ. ഇങ്ങനെ ഒരു പ്രിന്റാണ് പിന്നെയുള്ള പോർഷൻ ഫോളോ ചെയ്യുന്നത്. അതായത് നമുക്ക് പ്ലേറ്റ്സിലൊക്കെ നമുക്ക് ഈ പ്രിന്റ് കിട്ടും കണ്ടോ. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. എന്നിട്ട് വീണ്ടും ഈ കുത്തുന്ന തുമ്പ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും വീണ്ടും. അതായത് പ്ലേറ്റ്സിൽ മാത്രം നമുക്കിത് കിട്ടും. പിന്നെ നമ്മൾ വട്ടം ചുറ്റുന്നതില്ലേ, ആ സംഭവത്തിൽ വീണ്ടും ഇത് വരും കണ്ടോ. ഇത് ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഹാഫ് സാരി പോലെ എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ ഒരു സാരിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം നമുക്ക് കിട്ടുന്നത് പ്ലേറ്റ്സിലാണ് കണ്ടോ. ഇത്രയും നമുക്ക് പ്ലേറ്റിൽ വരുന്ന ഭാഗമാണ് ആ അവിടെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഉടുത്തിട്ട് നമ്മൾ ചുറ്റിയെടുക്കുന്ന ഭാഗമില്ലേ, അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ കുത്തുവല്ലോ, അവിടെ വരെ ഇത് കിട്ടും. എന്നിട്ട് പ്ലേറ്റ് തുടങ്ങുന്നവിടെ നമുക്ക് ഇത് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, സാരി ഉടുക്കുന്നവർക്ക് ഞാൻ ഇത്ര ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, മനസ്സിലാവും. എന്നാലും ഒരു സംശയം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും മേളിലെ പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് മുന്താണി ഇതുപോലെ വരും കണ്ടോ. ഇങ്ങനെ മുന്താണി വരും. ഇതാണ് ഈ സാരി. ഇപ്പൊ ഇതിന്റെ ഫസ്റ്റ് കളർ ഞാൻ നന്നായിട്ട് നിങ്ങളെ കാണിച്ചു. സാരി മുഴുവനും ഞാൻ ഓപ്പൺ ചെയ്തു. ഈ കോട്ട സാരിയൊക്കെ മുഴുവനും ഓപ്പൺ ചെയ്താൽ മുഴുവനും ഉടഞ്ഞു പോകും, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനിയുള്ള സാരികൾ കളർ മാത്രമേ കാണിക്കുകയുള്ളൂ. ഇങ്ങനെ വന്നിട്ട് ഈ സാരിയുടെ കൂടെ ഇതിന്റെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബ്ലൗസ് പീസ് നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതുപോലെ വരും. അപ്പൊ പ്ലേറ്റ്സിലും ഈ പ്രിന്റ് കിട്ടും, നമ്മൾക്ക് ബ്ലൗസിലും ഈ പ്രിന്റ് കിട്ടും. മുന്താണിയിലും ഓൾമോസ്റ്റ് അതുപോലെ ഒരു പ്രിന്റ് ആണ് വരുന്നത് കണ്ടോ. അപ്പോൾ ഒരു വെറൈറ്റി പാറ്റേണിൽ നമുക്ക് ഈ സാരി കിട്ടും. ബ്ലൗസ് പീസിൽ നിങ്ങൾക്ക് ലൈനിങ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വെറും കോട്ടൺ, നല്ല കോട്ടണിന്റെ ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത്. ഇത് ലൈനിങ് ഇടാതെ തന്നെ നിങ്ങൾക്ക് തയ്ച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 850 കേട്ടോ. ഇനി ഇതിന്റെ കളേഴ്സാണ് നമ്മളുടെ കയ്യിലുള്ളത്. സാരികളൊന്നും ഞാൻ നിവർത്തുന്നില്ല. ഇതുപോലാണ് ഈ സാരിയുടെ കളർ വരുന്നത്. ബ്ലൂ ആണ് കണ്ടോ, നേവി ബ്ലൂ ആണ് കളർ. ഇതാണ് കോമ്പിനേഷൻ. അതിനകത്ത് പ്രിന്റിന്റെ കോമ്പിനേഷൻ ഇതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, പ്ലീറ്റ്സിൽ വരുന്ന കളർ സെയിം നമുക്ക് കിട്ടും കണ്ടോ. ഇങ്ങനെ തന്നെ കിട്ടും. ആദ്യം ഞാൻ കാണിച്ചില്ലേ, അതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റ്സിൽ വരുന്ന ഡിസൈൻ ഉള്ളിലേക്കുള്ള പാർട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും. മുന്താണി പാർട്ട് ഇത് കിട്ടും കണ്ടോ. ഇങ്ങനെ തന്നെ, ഒന്നിനും ഒരു വ്യത്യാസവും ഇല്ല. കളർ മാത്രമാണ് ഡിഫറെന്റ് കേട്ടോ. നിങ്ങൾ കളർ മാത്രം നോക്കിയിട്ട് മേടിച്ചാൽ മതി. ഇതാണ് കളർ. ബ്ലൗസ് പീസ് സെയിമില് ബ്ലൗസ് പീസും കിട്ടും കണ്ടോ. മുന്താണി എല്ലാവരും കണ്ടല്ലോ. ഇതാണ് മുന്താണി കേട്ടോ. സെയിം പാറ്റേൺ ആണ്, കളർ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിനകത്ത് നോക്കിയാൽ ആദ്യത്തെ ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ്. ഇത് അത്രയും ഡാർക്ക് അല്ല. ഇതുപോലെ
കണ്ടോ. എന്നിട്ട് അതിനകത്തൊരു ഗ്രീനാണ് അതിൻ്റെ ബുട്ടാസ് വരുന്നത്. ഇതൊരു ലൈറ്റിനകത്താണ് കേട്ടോ. ലൈറ്റിൽ ഇതുപോലെയുള്ള ഒരു സെയിം പ്രിന്റും എല്ലാമാണ്. ബ്ലൂ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഇതാ ഇങ്ങനെ വരും. പ്ലീറ്റഡ് പോർഷനിൽ സെയിം ഇതാ ഇതുപോലെ തന്നെ വരും. പ്ലീറ്റ്സിന്റെ പോർഷനിൽ ഇതുപോലെ തന്നെ വരും. മുന്താണി ഇതാ ഇതുപോലെ കിട്ടും. കണ്ടോ, മുന്താണി പോർഷനൊക്കെ സെയിം ആണ് കേട്ടോ. ഒന്നിനും ഒരു വ്യത്യാസവും ഇല്ല. ബ്ലൗസ് പീസ് ഇതാ ഇതുപോലെ കിട്ടും. ഇത് കുറച്ചും കൂടെ മറ്റതിനേക്കാളും ലൈറ്റ് കോഫി ബ്രൗൺ ആണ്. മറ്റേത് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കേട്ടോ. നിങ്ങൾ അയക്കുമ്പോൾ ഒരു 2-3 എണ്ണം അയക്കണേ. ഇതാ ഒരു മെറൂൺ ഷെയ്ഡാണ്. റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് അടുത്തത് വരുന്നത്. ഇതാണ് കളർ വരുന്നത്. മുന്താണി ഇതാ ഇതുപോലെ വരും. കണ്ടോ, ഉള്ളിലെ പ്രിന്റ് ഇതുപോലെ തന്നെ വരും. എല്ലാം ഒരുപോലെയാണ് കേട്ടോ. പീസ് ഇത് വരും. ഇതാണ് ഇതിന്റെ കളർ വരുന്നത്. എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് 850 ആണ്. എല്ലാത്തിനും റേറ്റ് 850 ആണ് കേട്ടോ. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും. നെക്സ്റ്റ് ഒരു സാരി ഇതാണ് കണ്ടോ. ഇതും കോട്ടൺ കോട്ടയിൽ തന്നെ വരുന്നതാണ്. ഇത് പ്ലെയിൻ ആണ് കളർ വരുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലുള്ള മിറർ വർക്ക് ഇതിൻ്റെ അകത്ത് ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു മിററിൻ്റെ വർക്കാണ് കണ്ടോ. വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അത് നമ്മൾക്ക് ക്ലോസറിൽ വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഇതുപോലാണ് വരുന്നത്. ഇതും കോട്ടൺ കോട്ടയാണ്. ഇത് കുറച്ചും കൂടെ ഒരു റേഞ്ച് കൂടിയിട്ട് കുറച്ചും കൂടെ മെറ്റീരിയൽ കുറച്ചും കൂടെ നല്ലൊരു മെറ്റീരിയലാണ്. മറ്റതിനെ അപേക്ഷിച്ച് മെറ്റീരിയൽ കുറച്ചും കൂടെ നല്ലൊരു മെറ്റീരിയലാണ്. കണ്ടോ, ഇത്രയും കൂടെ ഒരു കട്ടിപ്പിടുത്തമുണ്ട് ഇതിന്. എന്ന് വെച്ചാൽ അത് മോശമാണെന്നല്ല, അതിൻ്റെ റേഞ്ചിന് അത് നല്ല മെറ്റീരിയൽ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതിനകത്തും ഹാഫ് പാറ്റേൺ ആണ്. ഇതിനകത്ത് അതുപോലെ തന്നെ ഈ വർക്കുകളൊക്കെ വരുന്നുണ്ട് കണ്ടോ. ഈ മുന്താണിയിലൊക്കെ കണ്ടോ ഫുള്ള് ഈ മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാൻ പാടില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു ഡിസൈനാണ് വന്നിട്ട് ഇതിനകത്ത് മുന്താണി ഫുള്ള് ഈ വർക്ക് വരുന്നുണ്ട്. കാണാൻ പാടില്ലേ? വിട്ട് ഇതുപോലെ വർക്കുകൾ കണ്ടൂടെ? മിന്നുന്നത് കാണാൻ പാടില്ലേ? മിറർ വർക്കാണ് കേട്ടോ. അത് നമ്മളുടെ സാരിയുടെ ബോഡിയിലും ഉണ്ട്, അതുപോലെ ഫുള്ള് മുന്താണിയിലും വരുന്നുണ്ട് കേട്ടോ. ഈ സാരിയും ഒരു ഹാഫ് സാരി തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന സാരിയാണ്. ഒരുപാട് നമുക്ക് ഇതിൻ്റെ എൻക്വയറി വന്നിട്ട് വീണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്ത സാരിയാണ് കേട്ടോ. ഇപ്പം കുറച്ച് ഒരു 3-4 സാരി കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത സാരിയാണ്. ഇതാ ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിൻ്റെ ഈ പ്ലേറ്റഡ് പോർഷനിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. പ്ലേറ്റ്സിൻ്റെ പോർഷനിൽ നമുക്ക് ഇതുപോലെ വർക്ക് കിട്ടും കണ്ടോ. ഫുള്ള് നമുക്ക് ഇങ്ങനത്തെ പ്രിൻ്റാണ് പ്ലേറ്റ് ഫുള്ള് കിട്ടുന്നത് കണ്ടോ. ഇതിൻ്റെ തുമ്പത്തെ കൂടെ ഒരു ചെറിയ പാറ്റേൺ പോകുന്നുണ്ട്. അതാണ് ഈ സാരിയുടെ വേറൊരു ഹൈലൈറ്റ് കണ്ടോ. ഈ ഒരു ചെറിയ വർക്ക് നമുക്ക് 2 സൈഡിലും കിട്ടും കേട്ടോ. ഈ ചെറിയ വർക്കും പിന്നെ ഈ മിറർ വർക്കും ഉള്ളത് കൊണ്ട് ഈ സാരിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. എന്നിട്ട് മുന്താണി ഇതുപോലെ വരും. ഇങ്ങനെയാണ് ഈ സാരി പോകുന്നത്. ഇതിൻ്റെ അകത്തെ ബ്ലൗസ് പീസിനകത്തും ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഫുള്ള് പ്രിന്റഡിൽ ബ്ലൗസ് പീസ് വന്നിട്ട് കണ്ടോ. പ്രിന്റാണ് ബ്ലൗസ് പീസിൽ വരുന്നത്. എന്നിട്ട് കയ്യിൽ ഇതുപോലെ കിട്ടും, കയ്യിൽ വെക്കാനായിട്ട്. മറ്റേത് ഫുൾ അതുപോലെ തന്നെയായിരുന്നു. മറ്റേ സാരിയിൽ ബോർഡർ വർക്ക് ഒന്നും വരുന്നില്ല. ഇതിനകത്ത് കയ്യിൽ വെക്കാൻ നമുക്കിത് ഇതുപോലെ ഒരു ബോർഡറും കൂടെ കയ്യിൽ വെക്കാൻ കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്കൊരു ബോർഡറും കൂടെ ഈ ബ്ലൗസ് തയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അതാണ് ഈ സാരിയുടെ ഒരു പ്രത്യേകത, ഈ ബ്ലൗസിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഈ സാരിക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. നമ്മൾ ആദ്യം കൊണ്ടുവന്ന റേറ്റ് തന്നെയാണ്. 950 ആണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ കയ്യിൽ ഇന്ന് സാരികളുള്ളത്. എല്ലാവർക്കും സാരികളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് നിങ്ങൾ എന്താണ് കണ്ടോ, ഇതിനകത്ത് ഈ ഒരു നല്ല ചെറിയ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അതാണ് ഈ സാരിയുടെ ഭംഗി. പിന്നെ ഫുള്ള് മിറർ വർക്കും പോകുന്നുണ്ട് കേട്ടോ. ഈ സാരിയിൽ ഫുള്ള് പോകുന്നുണ്ട്. അതാണ് ഈ സാരിയുടെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻ. മറ്റൊരു കളക്ഷനുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.